ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സോഷ്യോളജിയിൽ ഇന്ന് നമ്മൾ ഏഴാമത്തെ പാർട്ട് 6 പാർട്ട് നമ്മൾ ചർച്ച ചെയ്തു. സമൂഹശാസ്ത്ര നിർമ്മിതിയിലെ ബുദ്ധിപരമായ ആശയങ്ങൾ, അതിൽ ഡാർവിന്റെയും സ്പെൻസറുടെയും ഹോബ്സിന്റെയും ജോൺ ലോക്കിന്റെയും ഒക്കെ കാഴ്ചപ്പാടുകൾ നമ്മൾ കാണും. ഇനി സമൂഹശാസ്ത്ര നിർമ്മിതിയിലെ ഭൗതിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ ആശയങ്ങൾ പറഞ്ഞു. ഇനി ഭൗതിക പ്രശ്നങ്ങൾ, ഭൗതിക തലത്തിൽ അല്ലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ ഈ ഭൗതിക പ്രശ്നങ്ങൾക്ക് ആധാരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൗതിക പ്രശ്നം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസം. നമുക്ക് കണ്ടന്റിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹശാസ്ത്ര നിർമ്മിതിയിലെ ഭൗതിക പ്രശ്നം എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഇതാണ്. ഭൗതിക തലത്തിൽ ആത്മീയ തല, ഭൗതിക തലം എന്നൊക്കെ പറയുന്നത് ഭൗതികത, നമുക്ക് ചുറ്റുമുള്ള തലം. അപ്പൊ ഈ സമൂഹത്തില് എങ്ങനെയാണ് ഭൗതിക പ്രശ്നങ്ങൾ ഉണ്ടായത്? സമൂഹത്തിലെ ജനങ്ങളൊക്കെ സമൂഹത്തിലാണല്ലോ. പ്രധാനമായ 2 കാരണമാണ് പറയുന്നത്. ഒന്ന്, വ്യവസായ വിപ്ലവവും മുതലാളിത്തവും. ലോകത്ത് ഉടലെടുത്ത, ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒന്നാണ് വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതോട് കൂടിയിട്ട് മുതലാളിത്തവും ശക്തിപ്പെട്ടു. അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഒരു പ്രതിരൂപമായിരുന്നു വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടത്തിനാണ് വ്യാവസായിക വിപ്ലവം കൂടുതൽ സഹായകമായത് പറയുമ്പോൾ മനസ്സിലാവും. എന്താണ് വ്യാവസായിക വിപ്ലവം? യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് വ്യവസായ രംഗത്തുണ്ടായ പെട്ടെന്നുള്ള മാറ്റമാണ് വ്യാവസായിക വിപ്ലവം. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉത്പാദന രംഗത്തുണ്ടായ മാറ്റം, കൊടുന്നനെ ഉണ്ടായ മാറ്റം, വളരെ പെട്ടെന്നാണ് ആ മാറ്റം ഉണ്ടായത്. യന്ത്രവൽക്കരണം വന്നതോടുകൂടി നമുക്കറിയാം, യുഗങ്ങൾ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുഗമായിരുന്നു ഇരുമ്പ് യുഗം. വെങ്കല യുഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ശേഷം ഇരുമ്പ് യുഗം. ഇരുമ്പ് കണ്ടെത്തി, കുറച്ചുകൂടി മെച്ചമുള്ള ആയുധങ്ങൾ കിട്ടി. യന്ത്രം നമുക്കറിയാം, ഇന്ന് ഇരുമ്പ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവിഭാജ്യ ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ യന്ത്രങ്ങളായി കാർഷിക വ്യാവസായിക രംഗത്ത് യന്ത്രങ്ങളുടെ കടന്നുകയറ്റം പെട്ടെന്നായിരുന്നു. അതിന്റെ കണ്ടുപിടുത്തം ധാരാളം മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഉത്പാദന രംഗത്താണ് യന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായത്. ഉത്പാദനം വർദ്ധിച്ചു അല്ലേ. സ്വാഭാവികമായിട്ടും ഉത്പാദന രംഗത്ത് മത്സരവും കൂടി. ആ മത്സരം വ്യക്തികൾ തമ്മിലായി. വ്യക്തികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി അഹോരാത്രം മത്സരിച്ചു. ആ മത്സരത്തിൽ ഒരുപാട് മുതലാളിമാരുണ്ടായി. അങ്ങനെ മുതലാളിത്ത ശക്തമായി. നിങ്ങള് വ്യാവസായിക വിപ്ലവത്തെ അടുത്ത് പറയുന്ന ഒന്നാണ് മുതലാളിത്തം അല്ലേ. മുതലാളിത്തം, ആ മുതലാളിത്തമാണ് പിന്നീട് സാമ്രാജ്യത്തിലേക്ക് വഴിവെച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ലോകത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായത്. തുടക്കം വ്യാവസായിക വിപ്ലവമാണ്, യന്ത്രവൽക്കരണത്തിന്റെ ഫലം. നിങ്ങൾ എന്താണ് മുതലാളിത്തം? വ്യവസായ ഉത്പാദനത്തിന്റെ ചാലക ശക്തി, അവിടെ ചലിക്കുന്ന ആ വ്യാവസായിക രംഗത്ത് അതിനെ ചലിപ്പിച്ചത് മുതലാളിയാണ്. അല്ലെങ്കിൽ മുതലാളിക്ക് വേണ്ടിയാണ് വ്യാവസായിക രംഗം കൂടുതൽ ശക്തി ആർജിയെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ ഒരു പക്ഷേ ഒരു ഭാഗത്ത് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അതിന്റെയൊക്കെ അനന്തര ഫലങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ലോകത്ത് മുതലാളിത്തവും വ്യാവസായികപരമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടായപ്പോൾ ഉണ്ടായ അനന്തര ഫലങ്ങൾ? നമുക്കൊന്ന് എണ്ണി പറയാം, 1 by 1 ആയിട്ട്. ഒന്ന്, അധ്വാനിക്കുന്ന വർഗം തരം താഴ്ത്തപ്പെട്ടു അല്ലെ. അധ്വാനിക്കുന്ന വർഗം തരം താഴ്ത്തപ്പെട്ടു, അവർക്ക് പണിയൊന്നുമില്ലാണ്ടായി. വിദഗ്ധ തൊഴിലാളികൾക്ക് പദവി നഷ്ടപ്പെട്ടു. കാരണം എന്താ? അവരൊക്കെ യന്ത്രങ്ങളായി അല്ലേ. കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നിടത്ത് 1-2 യന്ത്രമായി. നഗരങ്ങൾ വളരെ പെട്ടെന്ന് വികസിച്ചു. ഗ്രാമങ്ങളെ കൊണ്ട് നഗരങ്ങളിലേക്കായി. നഗരവാസികളുടെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടായി. അവർക്ക് ഉത്പാദിപ്പിക്കണം, ഉൽപ്പന്നങ്ങളോടുള്ള ഒരു ആർത്തി, അതിലേക്കായി അവരുടെ ചിന്ത. അത്തരം മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടായി. വ്യവസായശാലകൾ അന്തരീക്ഷം മലിനമാക്കി അല്ലേ.
തൊഴിൽ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നു. ആലോചിച്ച് നോക്കിയേ, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉത്പാദനം കൂടിയപ്പോ വ്യാവസായിക വിപ്ലവം ഉണ്ടായിരുന്നു. ആ വിപ്ലവം അടിസ്ഥാനപരവും സമഗ്രവുമായ മുന്നേറ്റമാണ് വിപ്ലവം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കാലഘട്ടത്തിൽ നിന്നും അടുത്ത കാലഘട്ടത്തിലേക്കും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നടക്കുന്ന ഒന്നാണ് വിപ്ലവം, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്കറിയാം കാർഷിക വിപ്ലവം, അതിൽ തന്നെ ഒരുപാടുണ്ട്. നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, ധവള വിപ്ലവം, ക്ഷീര വിപ്ലവം. അതേപോലെ അതിന് മുന്നോടിയായിട്ടുണ്ട് അതാണ് വ്യാവസായിക വിപ്ലവം. അങ്ങ് ഇംഗ്ലണ്ടിലാണ് ഇപ്പൊ തുടക്കം എന്ന് മാത്രം. പിന്നീട് സർവ്വവ്യാപിയായി. അങ്ങനെ ആയപ്പോഴോ നാം ഇപ്പൊ ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് അത് ദോഷകരമായി ബാധിച്ചു. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് വിപ്ലവം ആവശ്യമാണ്. വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തൊക്കെ വിപ്ലവം ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന അനന്തര ഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇനി വ്യാവസായിക രംഗത്തെ വിപ്ലവം എന്ന് പറയുമ്പോ ഇത് യൂറോപ്പിലാണ് ആദ്യമായിട്ട് സംജാതമായത്. ഇത് നമ്മൾ എന്തിനാ മനസ്സിലാക്കണം? നമ്മൾ എന്തിനാ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കണം. എന്തിനാ പഠിക്കുന്നത്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ലോകത്ത് ചുവടുറപ്പിച്ച അല്ലെങ്കിൽ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ചുവടുറപ്പിച്ച ആദ്യത്തെ ശക്തി യൂറോപ്യന്മാരാണ്. ഇന്ത്യയിലുള്ള യൂറോപ്യന്മാരല്ലേ കൂടുതല്? ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, അതിന് മുമ്പൊക്കെ ചൈനക്കാര്, അറബികളൊക്കെ വന്നിട്ടുണ്ട്. അവരെ വിദേശികളെ പറയുള്ളൂ. യൂറോപ്യന്മാരുടെ കൂടുതൽ ഈ 4 ശക്തികളാണ് പറയാം. അവർ വന്നപ്പോൾ ഇവിടെ എന്താണ്ടായത്? നമ്മളൊക്കെ പണിയെടുക്കുന്ന അവരുടെ ചൂഷണത്തിന് വിധേയരായ സമൂഹമായിട്ട് മാറി. അപ്പൊ നമ്മൾ പഠിക്കണ്ടേ? യൂറോപ്പിലുണ്ടായ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഉത്ഭവവും വളർച്ചയും നാം എന്തിനു പഠിക്കണം? നമ്മൾ പഠിക്കണം. നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഭൂതകാലത്തിന് ബ്രിട്ടീഷ് മുതലാളിത്തം കോളനി വായിച്ചു പോയി അടുത്ത ബന്ധമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ബന്ധമുണ്ട് അല്ലേ? അവരാണ് അവിടെ വന്നിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കണ്ടു അല്ലെ? അലക്സാണ്ടർ പറഞ്ഞതുപോലെ വന്നു, കണ്ടു, കീഴടക്കി. കണ്ടോ? അലക്സാണ്ടറെ കുറിച്ച് അങ്ങനെ പറയാം, വന്നു, കണ്ടു, കീഴടക്കി. ഇവരോട് വന്നു, നമ്മൾ ഉൽപ്പന്നങ്ങൾ കണ്ടു, നമ്മൾ ആളുകൾ കൊണ്ട് വഴിയെടുപ്പിച്ചു, അവർ മത്സരിച്ചു, മുതലാളിത്തമുണ്ടായി. അവർ യന്ത്രങ്ങൾ കൊണ്ടുവന്നു, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദനം ഉണ്ടായി, മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ അവരെ കൊണ്ടാണ് നമുക്ക് വലിയ ദുരിതങ്ങൾ ഉണ്ടായി. നമ്മൾ പഠിക്കണ്ടേ? 2, യൂറോപ്പിലുണ്ടായ സമ്പദ്വികാസത്തിന്റെ സാമൂഹിക മാറ്റവുമായി ബന്ധമുണ്ട്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ അനന്തര ഫലം എവിടെ? ഇവിടെയാണ് അല്ലേ? അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായി, അതാ മത്സരിച്ചത്. പക്ഷെ ആ മത്സരം നേരിടേണ്ടി വന്നത് ആരാ? അടിച്ചേൽപ്പിക്കപ്പെട്ടത് ആരില്ല? നമ്മളില്ല. സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഉത്ഭവവും വളർച്ചയും ഒക്കെ നമ്മളുമായി ബന്ധമുണ്ട്. കാരണം നമ്മളെയാണ് ആ ചൂഷണത്തിന് വിധേയരാക്കിയത്. അപ്പൊ നമ്മൾ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭൗതിക പ്രശ്നങ്ങള്, വ്യാവസായിക വിപ്ലവം, മുതലാളിത്തം, പിന്നീട് സാമൂഹ്യശാസ്ത്രത്തിന്റെ വളർച്ച ഉത്ഭവമൊക്കെ നമ്മൾ എന്തിനു പഠിക്കേണ്ടത്? നമ്മളുമായിട്ടാണ് ബന്ധമുണ്ട്. ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. ഡൗട്ട്സുകൾ നിങ്ങൾ ഗ്രൂപ്പ് വഴിയോ പേഴ്സണലായിട്ടോ ചോദിച്ചു. ഓക്കെ.